ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എൻ്റെ ലൈഫിൽ യുക്തി കൊണ്ട് ചിന്തിച്ച ഉത്തരം കിട്ടാത്തൊരു രണ്ട് രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പാരനോർമൽ ടച്ച് ഉള്ള ഒരു ഇൻസിഡന്റ് ആണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഓരോ ഇൻസിഡന്റിന് അത്തരത്തിലുള്ളൊരു ടച്ച് ഉണ്ട്. ബാക്കി മറ്റ് ഇൻസിഡന്റ് അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റേ അല്ല. ഇപ്പൊ ഞാൻ ഒരു ഇൻസിഡന്റിലേക്ക് വരാം. എനിക്കുണ്ടായ ഈ ഒരു ചെറിയൊരു അനുഭവത്തിലേക്ക് വരാം. ഞാൻ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം എഴുതാൻ എനിക്ക് സ്കൂള് കിട്ടിയ സമയം, അതിന് കുറെ നാൾ മുമ്പ് ഞാൻ ഒരു സ്വപ്നത്തില് ഒരു ഓടിട്ട് ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ കൂടെ നടക്കുന്നതും അതിന്റെ ഒരു നടുമുറ്റം ചുറ്റും ബിൽഡിങ്ങുള്ള നടുക്കായിട്ട് ഒരു നടുമുറ്റമൊക്കെ ഉള്ളൊരു സ്കൂളാണ്. അപ്പൊ ആ സ്കൂള് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. കുറച്ച് ദീർഘമായിട്ടുള്ള സ്വപ്നം പോലെ ഞാൻ കണ്ടു. ഞാൻ ഇതിന്റെ കൈ കഴുകുന്ന ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുന്ന ഏരിയ, മൂത്രപ്പുരയുടെ ഒക്കെ ഒരു സൈഡിലോട് ചേർന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ആ സ്വപ്നം ഞാൻ കണ്ടു. പിന്നെ ആ സ്വപ്നത്തെ പറ്റി ഇത് എന്തുകൊണ്ട് അങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ മറന്നു കളഞ്ഞു. പക്ഷെ ആ സ്കൂളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് +2 എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എക്സാം വരുന്നത്. എൻട്രൻസ് എക്സാം എറണാകുളത്ത് ഒരു സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എന്റെ അമ്മാവനാണ്, ഇളയ അമ്മാവനാണ് ആ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ പോകുന്നത്. ഞാൻ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്കൂളാണ്. ഞാൻ ഇന്നേ വരെ ആ സ്കൂളിൽ ഇതിനു മുമ്പ് പോയിട്ടില്ല. പക്ഷെ ഞാൻ ചെന്ന് ഇറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ ഒരു എന്താ പറയുക, ഒരു അത്ഭുതമാണ്. ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ട അതേ സ്കൂൾ, ഞാൻ മുമ്പ് ആ സ്കൂളിൽ വന്നിട്ടുള്ള പോലെ എനിക്ക് അത്രയ്ക്ക് സുപരിചിതമായിട്ട് തോന്നി ആ സ്കൂളിന്റെ വരാന്തയും ഒക്കെ. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് അതിലൊരു വരാന്തയിൽ കൂടെ ഒരു വഴി പോകുമ്പോൾ അവിടെ കൈ കഴുകുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു മൂത്രപ്പുരയുണ്ട്. ഇതെനിക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ എക്സാക്ട്ലി ആ വഴി കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു മൂത്രപ്പുരയും ഒരു കൈ കഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് എനിക്കത് കാണാൻ പറ്റിയത്? ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചത്? ഇതൊന്നും യുക്തിപരമായിട്ട് ആലോചിച്ചിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷെ ഞാനത് കണ്ടു. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. എക്സാക്ട്ലി ആ സ്കൂൾ തന്നെയാണ് ഞാൻ കണ്ടത് എന്റെ സ്വപ്നത്തിൽ. ഞാൻ ഇന്നേ വരെ ആ സ്കൂളിൽ പോവോ, അങ്ങനെ ഒരു സ്കൂൾ ഞാൻ അല്ലാതെ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ അനുഭവം അതിന് കുറെ കാലം മുമ്പുള്ള ഒരു അനുഭവമാണ്. ഞാൻ 5th കഴിഞ്ഞതിന് ശേഷം 6th 7th ഒക്കെ ആലുവയിൽ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ സ്കൂള് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മാവന് അവിടുന്ന് കുറെ മാറി ഒരു സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ വർക്ക്ഷോപ്പ് ഒരു 4 നില കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിലായിട്ട് അമ്മാവന്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിട്ട് ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ബിൽഡിംഗ്, അതിന്റെ ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ ഒരു പാരലൽ കോളേജ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മാവൻ എന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പഠനത്തിൽ കുറച്ചും കൂടി നന്നാവാനായിട്ട് എന്നെ ആ പാരലൽ കോളേജിലെ ടീച്ചേഴ്സിന്റെ അടുത്ത് ട്യൂഷൻ ഏൽപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ അവിടുന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് സ്കൂളിൽ നിന്ന് ബസ് കയറി ഞാനൊരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള അമ്മാവന്റെ ഈ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന ആ ബിൽഡിങ്ങിന്റെ അവിടെ പോയി ഇറങ്ങും. എന്നിട്ട് ട്യൂഷൻ ഉണ്ടാവും. ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ ട്യൂഷൻ പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സെയിം ഏജിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ആ ട്യൂഷനിൽ വരുന്നുണ്ട്, ട്യൂഷൻ ക്ലാസ്സിൽ. അതിനുശേഷം ഒരു 6 മണി ആവുമ്പോഴത്തേക്കും വലിയ ചേട്ടന്മാരുടെ ഇത് തുടങ്ങും. അതൊരു പാരലൽ കോളേജാണ്. അപ്പൊ അവര് അവിടെ പഠിക്കാനായിട്ട് വരും, കുറച്ച് മുതിർന്ന ചേട്ടന്മാരൊക്കെ വരും. അപ്പൊ അതുവരെ ഞാൻ ഫ്രീ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ താഴത്തേക്ക് ചെല്ലും. അപ്പൊ അമ്മാവൻ ഒരു കുറച്ച് പൈസ തരും, പോയി ഒരു മസാല ദോശ കഴിക്കുക, എന്നിട്ട് തിരിച്ച് വീണ്ടും അവിടെ പോകും. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവിടെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രി 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് അമ്മാവൻ കട പൂട്ടി പോകുന്ന സമയത്ത് ഞാൻ അമ്മാവന്റെ കൂടെ തിരിച്ചു പോകും. ഇതായിരുന്നു എൻ്റെ പതിവ്.
അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ടീച്ചേഴ്സൊക്കെ വരാനായിട്ട് ഒരു അല്പം സമയമെടുക്കും. അപ്പൊ കുറച്ച് സ്റ്റുഡൻസ് ചേട്ടന്മാരൊക്കെ നേരത്തെ വരും. അപ്പൊ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടീച്ചേഴ്സും ഒരു സാർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കുറച്ചൊക്കെ അലോ ചെയ്തിരുന്നു. ഈ കോളേജിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് ഫുള്ള് വിജനമായിട്ട് കാട് പിടിച്ചെടുക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു വലിയ, ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വലിയ ആഞ്ഞിലിയൊക്കെ, ഒരു ഇല്ലിയുടെ ഒരു കൂട്ടം ഒക്കെ അതിന്റെ സൈഡിൽ നിൽക്കണം. ഈ ആഞ്ഞിലി വളർന്ന് ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓപ്പൺ ടെറസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഞ്ഞിലിച്ചക്കയൊക്കെ പറിക്കാം. ഞാൻ ആദ്യമായിട്ട് ആഞ്ഞിലിച്ചക്ക കഴിക്കുന്നത് അവിടെ നിന്നാണ് പറിച്ച്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഭയങ്കര ഇരുട്ട് മൂടി കിടക്കുന്ന, ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ഒരു 6 മണി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇരുട്ടായി തുടങ്ങുന്ന ഒരു പ്രത്യേക സ്ഥലം. ഓപ്പൺ ആയിട്ടാണ് എല്ലായിടത്തേക്കും. മുറികൾ തിരിച്ചിട്ടില്ല. ഒരു 4-5ഓളം ക്ലാസ് റൂമുകൾ ഉണ്ടായിരുന്നു. ഈ 5 ക്ലാസ് റൂമുകളിലും പല പല ക്ലാസ്സുകൾ നടക്കുന്നത്. ഒരു 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, 5 ടീച്ചേഴ്സ് വരുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇത് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. ഈ ചേട്ടന്മാരെ ഇടയ്ക്ക് ഫ്രീ ഉള്ള ഒരു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ആ മൂലൊക്കെ ഒരു ഇരുട്ട് മൂടി ഒരു ക്ലാസ് ഉണ്ട്, ഏറ്റവും ഇതായിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഓജാ ബോർഡൊക്കെ കളിക്കണം. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാനാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ബാക്കി എല്ലാവരും അത്യാവശ്യം ആ ഒരു 10+2 ആ ഒരു റേഞ്ചിലുള്ള ചേട്ടന്മാരാണ്. ഇവർ ഓജാ ബോർഡ് കളിക്കുന്നു. ഇവരിങ്ങനെ മറ്റേ ഓജാ ബോർഡൊക്കെ കളിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച്. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഒന്നല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുക. അതെന്നെ സംബന്ധിച്ചോളം പേടിയുള്ളൊരു കാര്യമാണ്. താഴത്തേക്ക് പോയ അമ്മാവൻ വഴക്ക് പറയും, എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ള ചോദ്യമായി. പിന്നെ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഞാൻ അവിടെ പോയി ഇവരുടെ കൂടെ ഇരുന്ന് ഒറ്റബോർഡ് കളിക്കുമ്പോൾ ഞാൻ ഇരിക്കും. അപ്പൊ ഇവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞിട്ട് ഇവര് ആ മെഴുകുതിരി കെടും. ചിലപ്പോൾ ഊതി കിടന്നായിരിക്കും, അല്ലെങ്കിൽ കാറ്റുകൊണ്ട് കിടന്നായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി ഓടും. ഇത് ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് പേടിയായി. പിന്നെ ഇവര് ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ വന്ന് മാറിയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മുതല് പലരും പറഞ്ഞു തുടങ്ങി അവിടെ ഡെസ്കുകൾ, അതായത് ഒറ്റയ്ക്ക് വരുമ്പോ അവിടെ ഒരു സാറുണ്ടായിരുന്നു. അത് സാറ് പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഞായറാഴ്ചകളിലൊക്കെ, ശനി ഞായറിലൊക്കെ ക്ലാസ്സുകളുണ്ട്. ഞായറാഴ്ച വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ വന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഡെസ്കുകൾ അങ്ങോട്ട്, പലരും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡെസ്ക് പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ആട്ടുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സൗണ്ടുകൾ കേൾക്കുക, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുക, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചേട്ടന്മാരും അല്ലെങ്കിൽ സാറ് ഒക്കെ ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് എന്നെ പേടിപ്പിക്കാനായിട്ടുള്ളൊരു കഥയായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷെ ഒരു ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇങ്ങനെ വൈകുന്നേരത്തെ ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞു, പിള്ളേരൊക്കെ പോയി, ഞാൻ താഴെ പോയി അമ്മാവന്റെ അടുത്ത് നിന്ന് ഇത് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ പോയി ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട്, സ്ഥിരം മസാല ദോശയായിരുന്നു അന്നേരം കഴിച്ചുകൊണ്ടിരുന്നത്. 20 രൂപയോ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു മസാല ദോശയ്ക്ക് ഉണ്ടായിരുന്നതെന്ന്. അപ്പൊ ഞാൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ കേട്ടു ഈ സൗണ്ട്. ഒരു ഡെസ്ക് ഇങ്ങനെ കിടി 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 ഇങ്ങനെ ആട്ടുന്ന സൗണ്ട് കേട്ടു. അപ്പൊ ഞാൻ കരുതി ഒരു കുരിയച്ചൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി ആദ്യം വരും. പുള്ളി ആണ് ആ കൂട്ടത്തില് ആദ്യം വരുന്നൊരു ചേട്ടൻ. പുള്ളി വീട് കുറച്ച് അടുത്താണ്. പുള്ളി ഒരു ജിം ഫ്രീക്കാണ്. അപ്പൊ പുള്ളി മുകളിൽ പോയിട്ട് ഇങ്ങനെ ഇതിൽ കുറെ കമ്പിയൊക്കെ നീട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെയിറ്റ് അടിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി പുള്ളിയുടെ. അപ്പൊ ഞാൻ പോയി പുള്ളിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെ ഒരു നൈസ് ചങ്ങാതിയായിരുന്നു. അപ്പോ ഞാൻ ഇങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ കരുതി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇവരാരോ ചെയ്യുന്നതെന്ന് കരുതി. അപ്പൊ അപ്പുറത്തെ ഒരു മുറിയിൽ നിന്നാണ് ഈ സൗണ്ട് കേൾക്കണേ. അപ്പൊ കുറച്ച് പേടി ഉണ്ടെങ്കിലും എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ അവിടെ പോയി നോക്കി. അവിടെ അങ്ങനെ ഒരു അനക്കോ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഇതേപോലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇപ്പുറത്തെ റൂമിലേക്ക് ഞാൻ പോയി നോക്കി. കാരണം ഇത് ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ അതിലേക്ക് വരാൻ വഴിയൊന്നുമില്ല. ഞാൻ അതിലെ ചുറ്റും പുറവും നോക്കി. സൗണ്ട് കേൾക്കുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ പോയി നോക്കി. ഒരു സ്ഥലത്തുനിന്നും ആളെയോ അല്ലെങ്കിൽ ഒരു ഇതോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് അനങ്ങുന്നതോ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പേടിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ പേടിച്ച് ഞാൻ താഴത്തേക്ക് അമ്മാവന്റെ ഇങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി ആ സ്റ്റെയറിന്റെ അവിടത്തേക്ക് എത്തിയപ്പോഴത്തേക്കും മുകളിൽ നിന്ന് ഒരു സൗണ്ട് കിട്ടും. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഓക്കെ, കുരിയച്ചനാണ് എന്നെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം പുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എങ്ങനെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് പറഞ്ഞ പുള്ളി നേരെ മേളിലേക്ക് പോകും. മേളിൽ പോയിട്ട് ഇവിടെ ഒടിഞ്ഞു കിടക്കുന്ന കമ്പിയുണ്ട്, ആ കമ്പി എടുത്തിട്ട് വെയിറ്റ് അടിക്കും. ഇതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി.
അപ്പൊ പുള്ളി അവിടെ ആയിരിക്കും, പുള്ളി എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് കരുതിട്ട് ഞാൻ കുരിയച്ചാന്ന് വിളിച്ചത്, ഞാൻ നേരെ മേളിലേക്ക് വെച്ചാൽ മേളിലും ആരുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആ മേളിൽ ചെന്ന സമയത്ത് താഴെ ഇങ്ങനെ ബെഞ്ച് പടന്ന് വീഴുന്ന സൗണ്ടാണ് കേൾക്കണേ. പിന്നെ അതായത് കൂട്ടത്തോടെ ബെഞ്ചും ഡെസ്ക് എല്ലാം കൂടി മറിഞ്ഞു വീഴുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടിയിട്ട് നേരെ താഴെ അമ്മാവന്റെ കടയുടെ അവിടെ പോയിട്ട് നിന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് പേടി. ആദ്യത്തെ ഈ അമ്മാവന്റെ നിലയിലല്ലാതെ അതിന്റെ തൊട്ട് മേളിലത്തെ നിലയിലും ഒക്കെ 5 മണിയാകുമ്പോഴത്തേക്കും പൂട്ടി പോകുന്ന കുറെ കടകളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ആ നിലയിൽ ഒന്നും ലൈറ്റോ മറ്റേ ഒരു ചിലപ്പോ ഒരു ആ കോറിഡോറിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും, അല്ലാതെ ഇതൊന്നുമില്ല. കടകളോ അല്ലെങ്കിൽ ഓടി ചെല്ലാനായിട്ട് ഒരു സ്ഥലമോ ഒന്നുമില്ല. ഞാൻ ശരിക്കും പേടിച്ചു. എൻ്റെ ലൈഫിലുണ്ടായ ഒരു എന്താ പറയാ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഭവമാണ് അത്. പലർക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു സാറിന്റെ സജി സാർ ഉണ്ടായിരുന്നു. ആ സാറ് പള്ളിയിൽ പ്രാർത്ഥന മറ്റേ അത് കേട്ട് ഇത് ചെയ്യുന്നൊരിതാണ്. ആള് ഭയങ്കര ക്രിട്ടിക്കായിരുന്നു. ഈ കാര്യം പലരും പറയട്ടെ, ആൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുവരെ വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അപ്പൊ ഇതിനൊക്കെ എന്ത് എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് യുക്തിപരമായിട്ട് ആലോചിച്ചാൽ കിട്ടുക എന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? നോ ഐഡിയ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ എങ്ങും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ കവർ ചെയ്ത് ഞാൻ എല്ലായിടത്തേക്കും പോയി നോക്കുമ്പോൾ എന്നെ കവർ ചെയ്ത് ഒരാള് ആ ക്ലാസ്സുകളിലേക്ക് ഒന്നും പോവില്ല. അല്ലെങ്കിൽ എത്ര വെട്ടിച്ചാലും എന്നെ വെട്ടിച്ച് അവിടെ മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ സൗണ്ട് കേട്ടു. ഞാൻ ഈ ഡെസ്കുകൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന സൗണ്ട് കേട്ടു. അതിനുശേഷം ഇതിന്റെ ഇത് നടത്തിക്കുന്ന ഒരു സാറുണ്ട്. ആള് വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഞാൻ ആ ഇതിലേക്ക് കയറി ചെല്ലുന്നത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ആളുൾപ്പെടെ ഞാനും എല്ലാ ക്ലാസ്സിലും പോയി നോക്കിയതാണ്. ഒരൊറ്റ ക്ലാസ്സിലും ഡെസ്കോ ബെഞ്ചോ ഒന്നും മറിഞ്ഞാടി കിടക്കുന്നില്ല. ഞാൻ കേട്ടതാണ് ഡെസ്കുകളൊക്കെ കൂടി കൂട്ടത്തോടെ മറിഞ്ഞു കിടന്ന ഒരു സൗണ്ട്. അതൊരു എന്താ ഇപ്പൊ പാരനോർമൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണോ എന്താണ് എന്നൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുന്നില്ല. നോ എക്സ്പ്ലനേഷൻ. അതെന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ സ്ട്രെയിൻ ഉള്ള അനുഭവം. മേ ബി നിങ്ങളുടെ ലൈഫിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.